ഉച്ചയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചെന്ന പരാതിയിൽ കുറ്റക്കാരനെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും GST വകുപ്പ് തൃശൂർ ജില്ലാ ജോയിന്റ് കമ്മീഷണർക്കെതിരെ നടപടി വൈകുന്നു. കമ്മീഷണർക്കെതിരെയുള്ള കംപ്ലയിന്റ്സ് അതോറിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ജോയിന്റ് കമ്മീഷണർ AV സുരേഷാണ് ടെലഗ്രാമിലൂടെ അശ്ലീല സൈറ്റിന്റെ ലിങ്ക് അയച്ചു നൽകിയ കേസിൽ നടപടി നേരിടാതെ തുടരുന്നത്. AV സുരേഷിനെതിരെ പരാതി നൽകിയതിനും മൊഴി നൽകിയതിനും ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികാര നടപടികൾ നേരിടേണ്ടി വരുന്നതായും പരാതിക്കാരിയുടെ സുഹൃത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ വനിതാ ജീവനക്കാരിയുടെ മൊബൈലിലേക്ക് ജോയിന്റ് കമ്മീഷണറുടെ ഔദ്യോഗിക നമ്പറിൽ നിന്ന് ഒരു ടെലിഗ്രാം മെസ്സേജ് വരികയാണ്. അത് അശ്ലീല സൈറ്റിൻ്റെ ലിങ്കായിട്ടാണ് അയച്ചത്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ AV സുരേഷ് എന്ന് പറയുന്ന ടാക്സ് പെയർ സർവീസ് ജോയിന്റ് കമ്മീഷണറാണ്. അദ്ദേഹത്തെ തൃശ്ശൂർ ജില്ല വിട്ട് സ്ഥലം മാറ്റണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇയാൾക്കെതിരെ വകുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറോട് ഇതിൻ്റെ ശാസ്ത്രീയ വശം തെളിയിക്കുന്നതിനായിട്ട് ഈ പരാതി പോലീസിന് കൈമാറിക്കൊണ്ട് പോലീസ് അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. മാർച്ച് 31-ാം തീയതിയാണ് പരാതി കമ്മീഷണർക്കും ജില്ലാ കളക്ടർക്കും ഒക്കെ നൽകുന്നത്. ഇത്രയും സമയമായിട്ടും ഇതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എതിർത്ത് നിന്ന ആളുകളെയൊക്കെ സ്ഥലം മാറ്റുന്ന ഒരു നിലപാട് കൂടി അദ്ദേഹം സ്വീകരിച്ചു. ജീവനക്കാർ ഭയപ്പാടിലാണ് കഴിഞ്ഞു പോകുന്നത്. വിവരങ്ങളുമായി ലെവിൻ K. വിജയൻ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തി, കുറ്റക്കാരനെന്ന് പറയാൻ തക്കവണ്ണത്തിലുള്ള തെളിവുകൾ കിട്ടി. പക്ഷേ ഇപ്പോഴും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മെല്ലപ്പോക്ക്? സേതു, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പരാതിക്കാരിയുടെ സുഹൃത്തായിട്ടുള്ള ഇതേ ഓഫീസിലെ ജീവനക്കാരിൽ ഒരാളായിട്ടുള്ള വ്യക്തി അടക്കം ഉള്ള ആളുകൾ പറയുന്നത് അവരടക്കമുള്ള വ്യക്തികൾ ഓരോരുത്തരും ഈ പരാതിക്കാരിക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ഈ പരാതിക്കാരിയോട് ഒപ്പം ഈ കേസിൽ ഭാഗമായി അന്വേഷണ സമിതിക്ക് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറായതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രതികാര നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ കാരിയുടെ പരാതിയിന്മേൽ ലോക്കൽ കംപ്ലൈൻറ്റ് അതോറിറ്റി കളക്ടർ കൂടി നിർദ്ദേശപ്രകാരം നിയോഗിച്ച കമ്മിറ്റി അന്വേഷണം നടത്തി പ്രാഥമികമായ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും കളക്ടർക്കും GST കമ്മീഷണർക്കും അടക്കം കൈമാറിയിട്ട് ഇന്ന് 59-ാമത്തെ ദിവസമാണ്. 60 ദിവസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നുള്ളതായിരുന്നു ഈ കമ്മിറ്റിക്ക് മുന്നിലുള്ള നിർദ്ദേശങ്ങളും മറ്റും കളക്ടർക്കും GST കമ്മീഷണർക്കും വെച്ചത്. പക്ഷേ ഇതുവരെയും ആ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെ AV സുരേഷ് കുമാർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലാ ജോയിന്റ് GST കമ്മീഷണർക്കെതിരെ പോലീസ് അന്വേഷണത്തിനും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അധികാര കേന്ദ്രമായി തുടരുന്ന ഇദ്ദേഹത്തെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി നിഷ്പക്ഷമായ തുടരന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശങ്ങളും ഈ ലോക്കൽ കംപ്ലൈൻറ്റ് അതോറിറ്റി കളക്ടർക്കും GST കമ്മീഷണർക്കും കൈമാറിയിരുന്നു. പക്ഷേ ഇതൊന്നും ഇതുവരെയും നടപ്പിലായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പ്രതികാര നടപടിക്ക് എന്ന വണ്ണം അദ്ദേഹം ആ നിലയിൽ അധികാര കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ആളുകൾക്കെതിരെയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഈ ലോക്കൽ കംപ്ലൈൻറ്റ് അതോറിറ്റി രൂപീകരിച്ച ശേഷം അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ വിവരിക്കുന്ന റിപ്പോർട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ പുറത്തുവിടാൻ കഴിയുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം പോലീസിൻ്റെ സഹായം തേടി കേസിൽ തുടരന്വേഷണം നടത്തേണ്ടതുണ്ട്. പോലീസിന് ഇതുവരെ ഈ പരാതി കൈമാറിയതായിട്ട് പരാതിക്കാരിക്കോ മറ്റോ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തേക്ക് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. അധികാര കേന്ദ്രമായി ഇവിടെ ഈ ഓഫീസിൽ തുടരുന്ന ഇദ്ദേഹം പല ആളുകൾക്ക് നേരെ അപമര്യാദയായ വിധത്തിൽ പെരുമാറുന്നു, അതല്ലെങ്കിൽ ആളുകൾക്ക് മര്യാദ നൽകാതെയുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നതടക്കം ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ്. പക്ഷേ ഇതെല്ലാം പരിഗണിച്ചിട്ടും ഈ റിപ്പോർട്ടെല്ലാം കയ്യിലിരുന്നിട്ടും ഇതിന് തുടർ നടപടി സ്വീകരിക്കേണ്ട സംവിധാനങ്ങൾ അതിന് മുതിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ പരാതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. വനിതകളായിട്ടുള്ള ആളുകൾക്ക് നേരെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. 2026 ജനുവരിയിലാണ് ഇത്തരത്തിൽ GST ഓഫീസിലെ വനിതാ ജീവനക്കാരിക്ക് ടെലഗ്രാമിലൂടെ ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും അശ്ലീല സന്ദേശം എത്തുന്നത്. മറ്റ് പല ജീവനക്കാർക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അതേ സ്വഭാവ വൈകൃത രീതികൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതേ തുടർന്ന് പരാതിപ്പെടാൻ ജീവനക്കാരി തയ്യാറാകുന്നു. പരാതിയിന്മേൽ അന്വേഷണം നടത്താൻ വകുപ്പ് തീരുമാനിക്കുന്നു. കളക്ടർ തന്നെ ഈ നിർദ്ദേശത്തിൽ കംപ്ലൈന്റ് അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെടും. ഇതെല്ലാം പൂർത്തിയാവുകയും ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല, പരാതിക്കാരിക്ക് നീതി ലഭിക്കുന്നില്ല, തുടരന്വേഷണം ഉണ്ടാകുന്നില്ല, ഒരു പരാതി
ഉന്നയിക്കുന്ന വനിതയ്ക്കൊപ്പം നിയമ സംവിധാനങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നിശ്ചയമായും നമുക്ക് അധികാരികൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ് ഈ വാർത്ത. ഒരു നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി.